താമരശ്ശേരി വയനാട് ചുരത്തിൽ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. 9ാം വളവിൽ വ്യൂ പോയിന്റിന്റെ അടുത്തായി മണ്ണും മരങ്ങളും കല്ലുകളും റോഡിലേക്ക് പതിച്ചു. കടന്നുപോയ വാഹനങ്ങളിൽ നിന്നും യാത്രക്കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. വയനാട്ടിലേക്കും വയനാട്ടിൽ നിന്നും പോകുന്നവരും ഇന്ന് താമരശ്ശേരി ചുരം വഴി യാത്ര ചെയ്യരുതെന്ന് മുന്നറിയിപ്പുണ്ട്. PV ജോഷില ചേരുകയാണ്. ജോഷില, മഴയുണ്ടോ? എന്താണ് ഇങ്ങനെയൊരു സാഹചര്യം ഉടലെടുക്കാനുള്ള കാരണം? അതിതാ ചുരം ഭാഗത്ത് ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയുടെ ഒരു എഫക്റ്റ് ആയിരിക്കണം ചുരം 9ാം വളവ് വ്യൂ പോയിന്റിനടുത്തായി, അതായത് ലക്കിടിക്കടുത്തായിട്ടാണ് മണ്ണും മരങ്ങളും കല്ലുകളും റോഡിലേക്ക് പതിച്ചിരിക്കുന്നത്. ദേശീയപാത 766 കോഴിക്കോട് വയനാട് പാതയിലെ താമരശ്ശേരി ചുരം വഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഇതുവഴി കാൽനട യാത്രക്കാർക്ക് വരെ നടന്നു പോകാൻ പോലും ആവാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ള അവസ്ഥ എന്ന് വേണം പറയാൻ. ഇപ്പോഴും പാറക്കല്ലുകൾ റോഡിലേക്ക് വീഴുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അത് മാത്രമല്ല, ഈ മണ്ണിടിച്ചിലുണ്ടായതോടുകൂടി മുകളിൽ പാറക്കല്ലുകൾ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വാഹനങ്ങളും ഇതിലൂടെ കടത്തിവിടുന്നില്ല. അത്യാവശ്യത്തിന്, അതായത് എമർജൻസി വാഹനങ്ങൾ, ആംബുലൻസ് പോലുള്ള സർവീസുകൾ കടത്തിവിടുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് മണ്ണ് മാറ്റുന്നതിനായി പോലീസും ഫയർഫോഴ്സും അതുപോലെ തന്നെ ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും അടക്കം കഠിനമായ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും 6 മണിക്കൂർ എങ്കിലും എടുക്കും ഇത്തരത്തിൽ എമർജൻസി വാഹനങ്ങൾ പോലും കടത്തിവിടാൻ. അതേസമയം തന്നെ ഈ സമയത്തൊക്കെ വന്ന വാഹനങ്ങൾ ബ്ലോക്കായി കിടക്കുന്നുണ്ട്. ഇതിലൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പോലീസും ഫയർഫോഴ്സും എല്ലാം തന്നെ ഇവരെ തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗതാഗത കുരുക്കിൽ കുടുങ്ങിയ ആളുകൾ തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ള വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. അത്യാവശ്യ യാത്രക്കാർ മറ്റു ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണം. അടിവാരത്തും ലക്കിടിയിലും പോലീസും ചുരം സംരക്ഷണ സമിതി പ്രവർത്തനങ്ങളും വാഹനങ്ങൾ തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. കുറ്റ്യാടി ചുരം അടക്കമുള്ള ചുരങ്ങൾ വയനാട്ടിലേക്കും വയനാട്ടിൽ നിന്ന് പോകുന്നവരും യാത്രക്കായി ഉപയോഗിക്കണം. എന്നാൽ അത്യാവശ്യ യാത്രക്കാർ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട്. കാരണം മറ്റു ചുരങ്ങളടക്കം ബ്ലോക്കായാൽ അത് വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും നീങ്ങുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അസിത. ശരി, PV ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത്.